ഇന്ന് മാർച്ച് 19 മാർ യൗസേപ്പ് പിതാവിൻ്റെ മരണത്തിരുനാൾ. തിരുസഭയുടെ കാവൽക്കാരൻ എന്നാണ് യൗസേപ്പ് പിതാവ് അറിയപ്പെടുന്നത്. കാവൽക്കാർ അധികം മിണ്ടാറില്ല. തങ്ങൾക്ക് ഭരമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിച്ച് മാറി നിൽക്കും. സുവിശേഷത്തിൽ കാണുന്ന യൗസേപ്പ് പിതാവിൻ്റെ ഏറ്റവും വലിയ ഗുണഗണങ്ങളിൽ ഒന്നാണല്ലോ നിശബ്ദത. നിശബ്ദതയുടെ ശക്തി തിരിച്ചറിഞ്ഞ വിശുദ്ധാത്മാവാണ് യൗസേപ്പ് പിതാവ്. സങ്കീർത്തനം 46:10 ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ആന്തരിക നിശബ്ദത പാലിക്കുന്നവർക്കാണ് ദൈവത്തെ തിരിച്ചറിയാൻ പറ്റുന്നത്. സുവിശേഷത്തിൽ യൗസേപ്പ് പിതാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് അവൻ നീതിമാനാണ് എന്നാണ്. നീതിമാൻ എന്നാൽ എല്ലാവിധ ഗുണഗണങ്ങളും നിറഞ്ഞ വ്യക്തി. അവൻ വിശുദ്ധനായിരുന്നു പിതാവ്. വിശുദ്ധിയുള്ളവർക്കാണ് നിശബ്ദത പാലിക്കാനും എപ്പോഴും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരുപക്ഷെ ദൈവിക സാന്നിധ്യം തിരിച്ചറിയാൻ പറ്റില്ല. ഉറങ്ങുന്ന യൗസേപ്പ് പിതാവിൻ്റെ ചിത്രം ഏവർക്കും സുപരിചിതമാണ്. പിതാവ് വാസ്തവത്തിൽ ഉറങ്ങുകയല്ല, സ്വപ്നത്തിലൂടെ ദൈവം അവിടുത്തോട് സംസാരിക്കുകയാണ്. വിശുദ്ധിയുള്ളവർക്കാണ് നിശബ്ദതയും നാവടക്കവും പാലിക്കാൻ സാധിക്കുന്നത്. ഈ മരണത്തിരുനാൾ ദിനത്തിൽ മിണ്ടടക്കമെന്ന വലിയ ആത്മീയ വരത്തിനായിട്ട് പിതാവിനോട് നമുക്ക് മാധ്യസ്ഥം യാചിക്കാം. ആമേൻ.